കൊല്ലത്ത് നടക്കുന്ന CPM സംസ്ഥാന സമ്മേളനം രണ്ടാം ദിവസത്തിലേക്ക്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിൽ പ്രതിനിധികളുടെ ചർച്ച ഇന്നു തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ച നയരേഖയും ചർച്ചയാകും. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ഉണ്ട്. ഷമീർ, എന്താണെങ്കിലും ചർച്ചകൾക്കുള്ള വേദിയാകും ഇന്ന് സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവുക. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പ്രതീക്ഷിക്കേണ്ടത്? വിവരങ്ങൾ എന്തെല്ലാമാണ്? സംസ്ഥാന സമ്മേളനം രണ്ടാം ദിനം എത്തിയിരിക്കുകയാണ് സംഗീത. ഇന്ന് പ്രധാനമായും പൊതുചർച്ചകളാണ് നടക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ട്, അതുപോലെ മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖ, ഇതിലൊക്കെ തന്നെ ഇന്ന് പൊതുചർച്ച ഉണ്ടാകും. എന്തായാലും ഈ സമ്മേളനം ലക്ഷ്യം വെക്കുന്നത് അടുത്ത സർക്കാർ 2026 സർക്കാർ അതിൽ ക്യാപ്റ്റനായി പിണറായി വിജയൻ തന്നെ നയിക്കുമെന്നൊരു സൂചനയാണ് നൽകുന്നത്. മുഖ്യമന്ത്രി അവതരിപ്പിച്ച നയരേഖയിൽ അടിമുടി കഴിഞ്ഞ 9 വർഷക്കാലത്തെ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന മുഖ്യമന്ത്രിയുടെ വികസന രേഖ. ആ നയരേഖയിൽ പ്രധാനമായി പറയുന്നത് ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ സിൽവർ ലൈൻ, അതുപോലെ വീട്ടമ്മമാർക്ക് ക്ഷേമ പെൻഷൻ നൽകുക തുടങ്ങിയ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ തന്നെ അതിലുണ്ട്. അതുപോലെ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ അടിമുടി ഒരു മാറ്റം ഈ നയരേഖയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച വികസന നയരേഖയിലുണ്ട്. അത് അടുത്ത തവണ വീണ്ടും ഈ സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു രേഖ അവതരിപ്പിച്ചത്. അതിന്മേലുള്ള ചർച്ച ഉണ്ടാകും. എന്തായാലും ഈ പൊതുചർച്ചയിൽ ഇതൊക്കെ തന്നെ വരും. പക്ഷേ 2020 ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ പോലും പാർട്ടി അത് ഔദ്യോഗികമായി പറയുന്നില്ല. PB അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ അത് പിന്നീട് ആലോചിച്ച് പറയാം എന്നാണ് പറയുന്നത്. പക്ഷേ പ്രവർത്തകർക്കിടയിൽ വലിയൊരു വികാരം ഈ ഒരു വികസന രേഖയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പൊതുചർച്ചകൾ ഇന്ന് തുടരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഈ പൊതുചർച്ചയിൽ ആരെങ്കിലും ഇത്തരത്തിൽ ഈ അടുത്ത ക്യാപ്റ്റൻ പിണറായി വിജയൻ ആണോ, അതല്ലെങ്കിൽ മറച്ചൊരു അഭിപ്രായമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ മറുപടി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധയാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മതന്യൂനപക്ഷങ്ങളോട് ജാഗ്രത വേണം. ജമാഅത്തെ ഇസ്ലാമി, കാസ തുടങ്ങിയ സംഘടനകളോട് വളരെയധികം ജാഗ്രത വേണം. UDF ആ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത്തരം സംഘടനകളോട് വലിയ രീതിയിൽ ജാഗ്രത പുലർത്തണമെന്നും ഈ ഇന്നലെ അവതരിപ്പിച്ച റിപ്പോർട്ടുകളിലുണ്ട്. എന്തായാലും അതിന്മേൽ ഇന്നലെ നമുക്കറിയാം മന്ത്രി സജി ചെറിയാൻ, EP ജയരാജൻ തുടങ്ങിയവർക്കെതിരെയൊക്കെ വിമർശനം ഉണ്ടായിരുന്നു. അതിന്മേലുള്ള ചർച്ചകൾ ഉണ്ടാകും. എന്തായാലും പൊതുചർച്ചയാണ് ഇന്ന് സമ്മേളനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അത് ഗ്രൂപ്പ് തിരിഞ്ഞിരുന്ന അംഗങ്ങൾ ആ ചർച്ച തുടരും. ഇതിനുശേഷമായിരിക്കും ഇതിന്മേലുള്ള മറുപടികൾ വരിക. അത് ആ നടപടിക്രമങ്ങൾ ഇന്ന് വൈകിട്ടോടെ അല്ലെങ്കിൽ നാളെ രാവിലെയോട് കൂടിയായിരിക്കും ആരംഭിക്കുക. എന്തായാലും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ കൊല്ലത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയവ വരാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകൾ, നയങ്ങൾ, അടവ് നയങ്ങളൊക്കെ തന്നെ ഈ സംഘടനാ റിപ്പോർട്ടിലും അതുപോലെ പ്രവർത്തന റിപ്പോർട്ടിലും വികസന നയരേഖയിലും ഒക്കെ തന്നെ ഉണ്ട്. അതിന്മേലുള്ള ഒരു ചർച്ചയാകും ഇന്നുണ്ടാവുക, പൊതുചർച്ചയിൽ ഉണ്ടാവുക. ആ ചർച്ചയിൽ രൂപപ്പെടുന്ന ഏകോപിതമായ അഭിപ്രായം പാർട്ടിയെ അറിയിക്കും. പിന്നെ അതിന്മേലുള്ള മറുപടികളായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഇന്ന് രണ്ടാം ദിവസം അത്തരം നടപടിക്രമങ്ങൾ ഈ ടൗൺ ഹാളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടക്കും. ഇതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള മറുപടി ഉണ്ടാകുക. എന്തായാലും സമൂലമായ മാറ്റം ഉണ്ടാകുന്ന വികസന നയരേഖയാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. അതിൽ ഊന്നിയുള്ള ചർച്ചകൾ തന്നെയാണ് ഈ സമ്മേളനത്തിൽ പ്രധാനമായും പുരോഗമിക്കുന്നത്. സംഗീത. ശരി ഷമീർ.